ഹലോ, ഇന്ന് നമുക്കൊരു പുതിയ വീഡിയോ ഉണ്ടായാലോ? ഇത് പുതിയ വീഡിയോ എന്ന് വെച്ചാൽ അച്ചാറിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഇതെന്തോ വെച്ച് തയ്യാറാക്കിയെന്ന് വെച്ചാൽ ഞാൻ കറിവേപ്പില കൊണ്ട് അച്ചാറിട്ട് നോക്കിയതാണ്. കറിവേപ്പില വളരെ ഹെൽത്തിയാണെന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇതുകൊണ്ട് തയ്യാറാക്കി നോക്കിയത്. ഇത് വെച്ചിട്ട് നമുക്ക് ചോറിനൊപ്പം കഴിക്കാനോ അല്ല അച്ചാർ കൂട്ടി ഞാൻ അപ്പവും ദോശയൊക്കെ ഞാൻ കഴിക്കാറുണ്ട്. അതിൻ്റെ കൂടെ കഴിക്കാനൊക്കെ വളരെ നല്ലതുമാണ്, ഹെൽത്തിയാണ്. നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ? കുറച്ച് കറിവേപ്പില ഇത്രയും കണ്ടെന്ന് വെച്ച് മേടിക്കണ്ട. ഇത് ഇറുത്തെടുത്ത് വാടി വരുമ്പോഴത്തേക്കും വളരെ കുറച്ചേ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് കഴുകി വൃത്തിയാക്കി കറിവേപ്പില ഇങ്ങനെ ഇറുത്തെടുക്കണം. ഇറുത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് കുറച്ച് പുളിയെടുത്ത് വെള്ളത്തിലിട്ട് വെക്കുക, അതൊന്ന് കുതിരാനായിട്ട് വെച്ചിട്ട് ഒരു 100 ഗ്രാം വെളുത്തുള്ളിയോളം. ഇതിന് കറിവേപ്പില അച്ചാറിന് കുറച്ച് കൂടുതൽ വെളുത്തുള്ളി വേണം. വെളുത്തുള്ളിയെ ചെറുതായിട്ട് നുറുക്കിയെടുക്കുക. ചോപ്പ് ചെയ്തെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്, ഇല്ലെങ്കിൽ തീരെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക. അത് മാറ്റി വെച്ചിട്ട് നമുക്ക് 1 സ്പൂൺ ഉലുവയും 1 സ്പൂൺ കടുകും കൂടെ വറുത്തെടുക്കണം. അത് വറുത്ത് നമുക്ക് കടുക് നന്നായിട്ട് പൊട്ടുമ്പോൾ നമുക്കറിയാം അത് നന്നായിട്ട് മൂത്തു. ആ സമയത്തേക്ക് നമുക്ക് ഓഫാക്കി വെച്ചിട്ട് അതൊന്ന് തണുക്കട്ടെ. തണുക്കുന്ന സമയത്തേക്ക് നമുക്കൊരു പാൻ വെച്ചിട്ട് അത് എണ്ണ ഒഴിക്കാതെ നമ്മുടെ കറിവേപ്പില വറുത്തെടുക്കണം. കറിവേപ്പില വറുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തീ ലോയിലേക്ക് വെച്ചിട്ട് തന്നെ വറുക്കണം. ഒട്ടും കരിഞ്ഞു പോകാതെ നന്നായിട്ട് വറുത്തെടുക്കണം. കൈകൊണ്ട് തൊടുമ്പോൾ പൊടിഞ്ഞു വരുന്ന പരുവത്തിനാകണം. ആ രീതിയിലേക്കൊന്ന് വറുത്തെടുത്ത് നമുക്കതിനെ തണുക്കാനായിട്ട് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക. അത് തണുക്കട്ടെ. ഇത് തണുത്ത് വരുന്ന സമയത്തേക്ക് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അച്ചാറിലേക്കായിട്ട്. അതിൽ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് പനം കൽക്കണ്ട്. അത് നമുക്കറിയാമല്ലോ, കുഞ്ഞുങ്ങൾക്കൊക്കെ കൂരവ് കാച്ചാനൊക്കെ എടുക്കുന്നത്. ഈ കഫത്തിനൊക്കെ വളരെ നല്ലതാണ്. നമ്മൾ കറിവേപ്പില അച്ചാർ ആയതുകൊണ്ടാണ് പനം കൽക്കണ്ട് എടുത്തത്. അത് മിക്സിയുടെ ജാറിലേക്കിട്ട് പൊടിച്ച് മാറ്റി വയ്ക്കുക. ആ പനം കൽക്കണ്ട് പൊടിച്ച് അതേ ജാറിലേക്ക് തന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉലുവയും കടുവും കൂടെ ചേർത്ത് കൊടുക്കുക. അതും ചേർത്ത് പൊടിച്ചിട്ട് അതിൻ്റെ കൂട്ട് തന്നെ നമ്മൾ വറുത്ത കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ആ കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്ക് എത്രത്തോളം പൊടിക്കാൻ പറ്റുമോ അത്രയും മാക്സിമം അതിങ്ങ് പൊടിച്ചെടുക്കണം. അതിനെ പൊടിച്ച് നമുക്ക് അതിനെ കൂടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. മാറ്റി വെച്ചിട്ട് ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ നമ്മൾ കുതിരാനായിട്ട് പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടല്ലോ, ആ കുതിർന്നിരിക്കുന്ന പുളിയിൽ നിന്ന് ആവശ്യമുള്ള പുളിപ്പ് എത്രത്തോളം വേണോ അതനുസരിച്ച്, പോരാത്ത പുളിപ്പ് നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള പുളി ചേർത്ത് ആ പുളി കുതിർത്ത വെള്ളം ചേർത്ത് അരച്ച് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ നമുക്ക് അച്ചാറായതുകൊണ്ട് നല്ലെണ്ണ തന്നെ ഒഴിക്കണം. നല്ലെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് 1 സ്പൂണോളം കടുകിട്ടിട്ട് നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അതിനെ വറുത്തെടുക്കണം. വറുക്കാതെ ലോ ഫ്ലെയിമിലിട്ട് മൂപ്പിക്കണം. കരിഞ്ഞു പോകാതെ അതിനെ മൂപ്പിച്ചെടുക്കുക. ഇതിനെ വെളുത്തുള്ളി പുളിയുടെ അളവ് ഞാൻ കൃത്യമായി പറയാത്ത എന്താണെന്ന് വെച്ചാൽ പലരും പല അളവിലാണ് പുളി ഉപയോഗിക്കുന്നത്. കാരണം ഇത് കറിവേപ്പില എത്രത്തോളം എടുക്കുന്നുവോ അതിനനുസരിച്ചുള്ള പുളിയാണ് ചേർക്കേണ്ടത്. അതുകൊണ്ടാണ് വെളുത്തുള്ളി കുറച്ച് മൂപ്പ് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ഒരു വറ്റൽ മുളകും കൂടെ ഇട്ട് കൊടുത്ത് വെളുത്തുള്ളിയോടൊപ്പം മൂപ്പിക്കാം. അത് ഇതേപോലെ നന്നായിട്ട് മൂത്ത് വരും. നമുക്ക് കോരി നോക്കുമ്പോൾ അറിയാം അകവും നന്നായിട്ട് മൂത്തിട്ടുണ്ടാകും. ഈ ഘട്ടത്തിൽ നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന പുളിയുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. പുളി ചേർത്ത് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതിൽ കൂടെ ഒഴിച്ച് നന്നായിട്ട് നമുക്ക് ഇളക്കണം. ഇളക്കി ഇതിനെ തിളപ്പിക്കണം. നന്നായിട്ട് തിളപ്പിക്കുക. ലോ ഫ്ലെയിമിൽ നിന്ന് മീഡിയത്തിലേക്ക് ലേശം മാറ്റിയിട്ട് തിളപ്പിക്കണം. അത് നന്നായിട്ട് തിളച്ച് വരട്ടെ. തിളച്ച് വരുന്ന സമയത്തേക്ക് നമുക്കിനി ഇതിലേക്ക് ചേർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഉപ്പാണ്. നമ്മൾ കുറച്ച് ഉപ്പ് ഇപ്പം ചേർക്കുക, പോരാത്ത ഉപ്പ് പിന്നീട് ചേർക്കാം. ഉപ്പ് ചേർത്തിട്ട് നമുക്കിനി ഇതിലേക്ക് കുറച്ച് മസാലകളായിട്ട് മഞ്ഞൾപ്പൊടിയും ചേർക്കുക. ഞാൻ കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കുറച്ച് കളറും കൂടെ കിട്ടാനായിട്ട് അത് ചേർക്കുക. പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കണം, കറിവേപ്പില അച്ചാറായതുകൊണ്ട്. അതും കൂടെ ചേർത്ത് മസാലയും എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി ചേർക്കുക. ഇളക്കി വരുമ്പോൾ ഇതുപോലെ എണ്ണ തെളിഞ്ഞു വരുന്ന കട്ട എത്തുമ്പോൾ നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്ന കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കണം. ഇളക്കി ഇതുപോലെ ഗ്രേവി ഇങ്ങനെ കുറുകി വരുന്ന സമയത്ത് എണ്ണ തെളിഞ്ഞ് വരുന്ന സമയമാവും. ആ ഘട്ടം നമുക്ക് നന്നായിട്ട് അറിയാം എണ്ണ മേലേക്ക് തെളിഞ്ഞ് മാറുന്നത്. അതുവരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഇങ്ങനെ മൂപ്പിച്ചെടുക്കണം. എടുത്ത് വരുമ്പോൾ നമ്മൾ അതിലേക്ക് ചേർക്കേണ്ടത് കായപ്പൊടിയാണ്. 1 സ്പൂൺ കായപ്പൊടി ചേർക്കുക. ആ കായപ്പൊടിയും ചേർത്ത് അതും ഇതുമായിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് ഫ്ലെയിം ഒട്ടും കൂട്ടരുത്. കാരണം നമുക്കിത് തിക്കായിട്ടാണ് അച്ചാർ തയ്യാറാക്കുന്നത്. ഇത് കണ്ടോ, എണ്ണ തെളിഞ്ഞു വന്ന് നിൽക്കുന്നുണ്ടല്ലോ. ഈ കട്ട എത്തുമ്പോൾ നമുക്കതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പനങ്കൽക്കണ്ടിൽ നിന്ന്
ഒരു സ്പൂണോ 1.5 സ്പൂണോ ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയ്ക്ക് ഒരു ചെറിയൊരു കയ്പ്പ് വരുമല്ലോ, അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാനാണ് പനങ്കൽക്കണ്ട് ചേർക്കുന്നത്. അതോടൊപ്പം കറിവേപ്പിലയും പനങ്കൽക്കണ്ടും കൂടെ ആകുമ്പം വളരെ ഹെൽത്തിയും കൂടെ ആവും. നമ്മുടെ കഫത്തിനുമൊക്കെ നന്നായി കുറയാനായിട്ട് ഉപയോഗിക്കുന്നതല്ലേ പനങ്കൽക്കണ്ട്. പിന്നെ കറിവേപ്പില കൊളസ്ട്രോളിനും വയറ് സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും വളരെ നല്ലതാണെന്ന് നമുക്കറിയാമല്ലോ. എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഇളക്കി എണ്ണ തെളിഞ്ഞു വരുന്ന കണ്ടല്ലോ, എണ്ണ തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കി അതിനെ മാറ്റി വെച്ചിട്ട് തണുക്കുമ്പോൾ ഒട്ടും നനവില്ലാത്ത ടിന്നിലടച്ച് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് സൂക്ഷിക്കാവുന്ന അച്ചാറാണിത്. എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം. അതിന് മുമ്പേ നമുക്ക് അച്ചാർ തീരും. കൂടിപ്പോയാൽ 1 മാസം, അതിനകം നമ്മൾ തയ്യാറാക്കുന്ന അച്ചാറൊക്കെ തീരാറുണ്ട്. അതുകൊണ്ട് ഒരു പ്രാവശ്യം ഈ കറിവേപ്പില ഇപ്പോൾ എല്ലാവർക്കും കിട്ടുന്നതാണ്. ഇനി അങ്ങോട്ട് ഉണക്കായാൽ കിട്ടത്തില്ല, ഇല കൊഴിഞ്ഞു പോകും. അതുകൊണ്ട് കുറച്ച് കറിവേപ്പില എടുത്ത് നിങ്ങളൊന്ന് അച്ചാർ തയ്യാറാക്കി നോക്കിയേ. എന്ത് ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുമെന്നോ. വീട്ടിൽ ഗസ്റ്റ് വന്നാലും നമുക്ക് കൊടുക്കാൻ പറ്റും. അവരൊക്കെ അതിശയത്തോടെ കഴിക്കുന്ന ഒരു അച്ചാറാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.